ശ്രീ ആര്യ, ഇതിൽ കനകോലു ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രചരണ പരിപാടികൾക്ക് ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. എന്ന് വെച്ചിട്ട് അതിൻ്റെ പേരിൽ മാത്രമല്ല UDF അധികാരത്തിൽ വന്നത്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇനി കനകോലും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം പോലെയാണോ ഒരു പൊതുമേഖലാ സ്ഥാപനം, അതായത് കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള KSIDCക്ക് 14% ഓഹരി ഉള്ള CMRL കമ്പനിയിൽ നിന്ന് യാതൊരു സേവനവും ചെയ്യാതെ വീണ തൈക്കണ്ടിയിൽ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് 2,78,00,000 കൊടുത്തതും എങ്ങനെ താരതമ്യം ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, മാമേച്ചി, ഇവരെപ്പോലുള്ള ആളുകൾ ന്യായീകരിച്ചാണ് ഞങ്ങൾക്ക് 102 സീറ്റ് എത്തിച്ചു തന്നത്. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ന്യായീകരണം കൊണ്ട് കൂടിയാണ്. കനകോലുവിനേക്കാൾ വലിയ വിസ്മയം തീർത്തു തന്നത് ഇവരുടെ ന്യായീകരണം കൊണ്ടുമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ, അതുപോലെ പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് നോക്കുന്ന മന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ IT കമ്പനി, അതുവരെ സ്കൂളുകൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയ കമ്പനി, CMRL കമ്പനിക്ക് വേണ്ടിയിട്ട്, കരിമണൽ കടത്തുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് സേവനം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ വീണയ്ക്ക് ഒരു മറുപടിയില്ല. വീണയ്ക്കില്ലാത്ത മറുപടിയാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണയ്ക്കില്ലാത്ത പരാതി നിങ്ങൾ എന്തിനാ പറയുന്നത്? വീണയ്ക്ക് അത്തരത്തിലൊരു ആക്ഷേപമുണ്ടോ? വീണയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണോ CPM-ന്റെ സഹയാത്രികരും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഇരിക്കുന്നത്? വീണയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് നമുക്കറിയില്ലല്ലോ. വീണയ്ക്ക് അങ്ങനെ ഒരു പരാതിയുണ്ടോ? വീണ തൈക്കണ്ടിൽ കൊടുത്ത സേവനം എന്താണെന്ന് വീണ തൈക്കണ്ടിലിന് പോലും അറിയില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ, വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പണം കൈപ്പറ്റിയത്, എന്തിനാണ് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം നിൽക്കുന്നത്. അതിൽ അന്വേഷിക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. ഇപ്പൊ ജയരാജ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ED അന്വേഷിക്കട്ടെ എന്ന്. ED അന്വേഷിക്കാൻ വന്നപ്പോ പിന്നെന്തിനാ മുട്ട എറിഞ്ഞും ഇഷ്ടികയ്ക്ക് എറിഞ്ഞും ആളുകളെ കൊല്ലാൻ നോക്കിയും കാറ് തല്ലിപ്പൊളിച്ചൊക്കെ സമരം ചെയ്തത്? ഇപ്പൊ കുറച്ചുപേരെ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ വാടക വീടിന്റെ മുമ്പിൽ പോയി തെളിവെടുപ്പ് നടത്തിയില്ലേ? എന്തിനാണ് ഇവർ തല്ലുണ്ടാക്കിയത്? ഇവരെന്തിനാ തല്ലുണ്ടാക്കിയത്? ഇവരുടെ പാർട്ടിയുടെ ഏതെങ്കിലും നേതാവിനെ ചോദ്യം ചെയ്തോ? ഇവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസുണ്ടോ? എന്തിനാണ് ഇവർ തല്ലുണ്ടാക്കിയത്? ഏതോ ഒരു വീണ തൈക്കണ്ടിയിൽ ചെയ്യാത്ത സേവനത്തിന് 2,78,00,000 രൂപ വാങ്ങിയതിന് CPM-കാർ എന്തിനു റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നു? വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഇനി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ ആര്യ, ഇന്നത്തെ ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധികൾ വരാത്തതാണോ അവരെ വിളിക്കാത്തതാണോ? വരാത്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വരാൻ മടിക്കുന്നത്? അവരുടെ മകൾ സ്വന്തമായി തുടങ്ങിയ അവരുടെ നിലപാട് ഇനി രണ്ട് അതിൽ അവർ കക്ഷിയല്ല, CPM കക്ഷിയല്ല എന്നുള്ളതാണ് ഇന്ന് ലഭിച്ച മറുപടി അതിഥികൾക്കായി വിളിച്ചപ്പോൾ. പക്ഷേ 5 ദിവസം മുൻപ് CPM-ന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ സഖാവ് തോമസ് ഐസക് എഴുതിയ വലിയ വിശദീകരണ കുറിപ്പ് ഇപ്പോഴും ആ പേജിൽ കിടപ്പുണ്ട്. പോയടാ നിന്നെ പോലെ ഈ TV-കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ല്. അല്ല ആര്യ, നമുക്ക് മനസ്സിലാക്കാനതേ CPM-ന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളെ പോലും വിടാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി 10-18 സഖാക്കന്മാരെ ജയിലിൽ വിട്ട് ED-യുടെ വണ്ടിയും തല്ലി പൊളിച്ച് മുട്ടയേറും ഇഷ്ടികയേറും നടത്തി ഈ അക്രമമൊക്കെ നടത്തിയത് എന്തിനാണ്? എന്താ ശരിക്കും ഇവരുടെ പ്രശ്നം? കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.